മൃതദേഹം സംസ്കരിക്കുന്നതിനെക്കുറിച്ച് അന്തരിച്ച CPMന്റെ മുതിർന്ന നേതാവ് MM ലോറൻസ് പറയുന്ന വീഡിയോ ഉണ്ടെന്ന അവകാശവാദവുമായി മകൾ സുജാത രംഗത്തെത്തി. സ്വർഗത്തിൽ പോകണമെന്നും യേശുവിനെ കാണണമെന്നും മക്കൾ പറയുന്നിടത്ത് അടക്കണമെന്നും വീഡിയോയിൽ MM ലോറൻസ് പറയുന്നുണ്ട് എന്നാണ് മകൾ സുജാതയുടെ അവകാശവാദം. 2022 ഫെബ്രുവരി 25 ലോറൻസ് ഇക്കാര്യം പറഞ്ഞതെന്നും മകൾ വ്യക്തമാക്കി. ഹൈക്കോടതിയിൽ വീഡിയോ കൈമാറി. പുനഃപരിശോധനാ ഹർജി നൽകിയിട്ടുണ്ടെന്നും മകൾ സുജാത പറഞ്ഞു. തങ്ങളോട് ചോദിക്കാതെയാണ് മൃതദേഹം വൈദ്യപഠനത്തിന് കൈമാറാനുള്ള തീരുമാനം പാർട്ടി എടുത്തതെന്നും സുജാത പറഞ്ഞു. മൃതദേഹം മെഡിക്കൽ പഠനത്തിന് നൽകാനുള്ള സഹോദരൻ AL ജേക്കബിൻ്റെ തീരുമാനത്തിനെയാണ് ഇവർ ചോദ്യം ചെയ്തത്. മൃതദേഹം പഠനത്തിന് വിട്ടുനൽകണമെന്ന് മരണത്തിന് മുമ്പ് പിതാവ് പറഞ്ഞിരുന്നെന്നാണ് സജീവൻ വാദിച്ചത്. ഇതിന് സാക്ഷികളെയും ഹാജരാക്കിയിരുന്നു. പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ മുതിർന്ന അഭിഭാഷകനെ കോടതി മധ്യസ്ഥനായി നിയോഗിച്ചെങ്കിലും ചർച്ച പരാജയമായിരുന്നു. 2024 സെപ്റ്റംബറിലായിരുന്നു MM ലോറൻസ് വാർദ്ധക്യകാല അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കവേ മരണപ്പെട്ടത്. 1946 17-ാം വയസ്സിലാണ് ലോറൻസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാകുന്നത്. തുറമുഖ വ്യവസായ തൊഴിലാളികളെയും തോട്ടം തൊഴിലാളികളെയും സംഘടിപ്പിച്ച് എറണാകുളത്ത് തൊഴിലാളി വർഗ പ്രസ്ഥാനം കെട്ടിപ്പടുത്തതിൽ മുഖ്യ പങ്കുവഹിച്ചയാളാണ് MM ലോറൻസ്. ഇടപ്പള്ളി സമരത്തിൻ്റെ നായകന്മാരിൽ ഒരാളുമായിരുന്നു MM ലോറൻസ്. എറണാകുളം ജില്ലയിൽ CPIMന്റെ ആദ്യ ജില്ലാ സെക്രട്ടറിയായിരുന്നു അദ്ദേഹം. 1967 മുതൽ 1978 വരെ ആ സ്ഥാനത്ത് തുടർന്നു. 1964 മുതൽ 1998 വരെ CPM സംസ്ഥാന സമിതി അംഗവും 78 മുതൽ 98 വരെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും 86 മുതൽ 98 വരെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായിരുന്നു. 1986 മുതൽ 1998 വരെ LDF കൺവീനറായും MM ലോറൻസ് പ്രവർത്തിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ